മാങ്കൂട്ടത്തെ വീഴ്ത്താനിറങ്ങിയ സ്ത്രീകളിൽ പ്രധാനികൾ 3 പേരാണ്. ആദ്യ വെളിപ്പെടുത്തൽ നടത്തിയ നടി റിനി, ആരോപണങ്ങൾക്ക് ആക്കംകൂട്ടി വെളിപ്പെടുത്തൽ നടത്തിയ സാഹിത്യകാരി ഹണി ഭാസ്കർ, ഇരയെ നേരിൽ കണ്ട് സംസാരിച്ചുവെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ. എന്നാൽ ഈ 3 പേരും പോലീസിൽ രാഹുലിനെതിരെ പരാതി നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. രാഹുൽ വിവാദവുമായി ബന്ധപ്പെട്ട് നടത്തിയ 2 മാധ്യമ സമ്പർക്കത്തിലും ആവശ്യപ്പെട്ടത് ഒരേയൊരു കാര്യമാണ്: താൻ നടത്തി എന്ന് അവകാശപ്പെടുന്ന ചാറ്റുകളുടെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്നത്. ഇവിടെയാണ് കാര്യങ്ങളുടെ ദുരൂഹത വർദ്ധിക്കുന്നത്. ഇവരിൽ ആരെങ്കിലും പരാതി നൽകിയാൽ ഇവരുടെ ഫോണുകളും ചാറ്റുകളും അവയിൽ നിന്നുള്ള ഡിജിറ്റൽ തെളിവുകളും പോലീസിന് ശേഖരിക്കാം. ഇതിനായി ഫോൺ സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെടാം. അങ്ങനെ സംഭവിക്കുമ്പോൾ പല ചാറ്റുകളുടെയും പൂർണ്ണരൂപങ്ങൾ പോലീസിന്റെ കയ്യിലെത്തും. രാഹുലിനെതിരായ വെളിപ്പെടുത്തലുകളിലും വിവാദത്തിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പുറത്തുവരും. ഈ 3 സ്ത്രീകളെയും നേരിട്ട് പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഇത്തരം ഒരു ഭയമാകാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ അധികാരമാറ്റം സംഭവിക്കുമ്പോൾ ഈ കേസിന് ഒരു പുനരന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതകൾ ശക്തമാണ്. UDF ആണ് അധികാരത്തിലെങ്കിൽ തീർച്ചയായും അവർ ഈ ഗൂഢാലോചനയുടെ പിന്നാമ്പുറത്തുള്ളവരെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് പലർക്കും തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പൊതുപ്രവർത്തകനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഇവർ ഉയർത്തിവിട്ടത്. ആദ്യ 2 പേർ ഇരകളാണ് എന്ന് സ്വയം വെളിപ്പെടുത്തിയപ്പോൾ മൂന്നാമത്തെയാൾ പറഞ്ഞത് ഇരയെ താൻ നേരിട്ട് കണ്ടു എന്നാണ്. എന്നിട്ടും ഇവർ 3 പേരും എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്നത് ഗൗരവകരമാണ്. കൃത്യമായി ആലോചിച്ചാൽ ഇയാളെ നാണം കെടുത്തുക, രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക, പൊതുജീവിതം അവസാനിപ്പിക്കുക, ഇയാൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധത്തിൽ ആക്കുക എന്നതിനപ്പുറം ഇവർക്ക് മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ നിയമപരമായി തെറ്റുകാരനല്ല എന്നറിഞ്ഞിട്ടും സംശയത്തിന്റെ പുകമറയിൽ നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയക്കാരനെ അങ്ങ് തീർക്കുക എന്നത് മാത്രമായിരിക്കാം ഇവരുടെ ലക്ഷ്യം. ഇതായിരുന്നു ലക്ഷ്യമെങ്കിൽ അത് നിയമവാഴ്ച നിലനിൽക്കുന്ന സമൂഹത്തിന് ആശാസ്യകരമായ ഒരു കാര്യമല്ല. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ മാർഗം തേടേണ്ടതാണ്. അതിന് വിമുഖതയുള്ളവർ, അതുമായി സഹകരിക്കുവാൻ തയ്യാറല്ലാത്തവർ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നതിന്റെ ഫലമായി നിരപരാധികൾ നാളുകളിൽ ക്രൂശിക്കപ്പെട്ടേക്കാം. സ്ത്രീകൾ ലൈംഗിക അതിക്രമം ഒരു ആയുധമാക്കുന്നു എന്ന ആക്ഷേപവും കേരളത്തിൽ ധാരാളമായി ഉയർന്നു വരുന്നുണ്ട്. തങ്ങൾക്ക് വൈരാഗ്യമുള്ള അല്ലെങ്കിൽ തങ്ങൾ തെറ്റിപ്പിരിഞ്ഞ രാഷ്ട്രീയ നേതാവിനെ ആവട്ടെ, സിനിമാ താരത്തെ ആകട്ടെ, ബ്യൂറോക്രാറ്റിനെ ആകട്ടെ വീഴ്ത്താനുള്ള ഉപാധിയായി ലോഹ്യത്തിൽ ഇരുന്ന കാലത്തുള്ള സ്വകാര്യ സംഭാഷണങ്ങളും ചിത്രങ്ങളും ഉപയോഗിക്കുന്നത് ഒരു തരത്തിൽ ഹണി ട്രാപ്പാണ് എന്ന് പറയേണ്ടി വരും. ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുവാനുള്ള വിജിലൻസ് സംവിധാനം പോലെ ഒരു വിജിലൻസ് സംവിധാനം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും ഏർപ്പെടുത്തേണ്ടതുണ്ട്. ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഇത്തരം ഒരു സമീപനം ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്ത ഉടനെ പ്രതിയെ നിരീക്ഷിക്കാനും കൈയോടെ പിടികൂടാനുമുള്ള ഒരു സംവിധാനം. കാലങ്ങൾക്ക് ശേഷം ആരോപണം ഉയർത്തുന്നവരുടെ ആധികാരികത സംശയനിഴലിലാകുന്നത് ഒഴിവാക്കാനും കുറ്റകൃത്യം തടയുവാനും ഇത് സഹായകരമാകും. മാധ്യമങ്ങൾക്ക് മേലും ഈ വിഷയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ആധികാരികത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം ഇത്തരം വാർത്തകൾ പൊതുചർച്ചയുടെ ഭാഗമാക്കി ഇവർ മാറ്റേണ്ടത്. ഒരാളെ വേട്ടയാടുന്നതിനപ്പുറം വിഷയത്തിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനുള്ള പ്രതിബദ്ധതയും മാധ്യമങ്ങൾ കാണിക്കണം. വ്യക്തിയധിഷ്ഠിതമായിട്ടാവരുത്, മറിച്ച് വിഷയാധിഷ്ഠിതമായി തന്നെ വേണം ഓരോ സംഭവങ്ങളെയും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. ഇത് പറയേണ്ടി വരുന്നതിന് കാരണം ഒരു ട്രാൻസ്ജെൻഡർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അതിനുള്ള തെളിവുകളെങ്കിലും അവരോട് ആവശ്യപ്പെടുവാനുള്ള ധാർമ്മികത മാധ്യമങ്ങൾ കാണിക്കേണ്ടതായിരുന്നു. പൊതുസമൂഹത്തിനു മുന്നിൽ ഒരാളെ ലൈംഗിക വൈകൃതമുള്ള വ്യക്തിത്വമായി ചിത്രീകരിച്ച ശേഷം അവന്തികയുടെ വെളിപ്പെടുത്തലുകൾ വളച്ചൊടിക്കപ്പെട്ടതാണെന്ന് ബോധ്യപ്പെട്ട അവസരത്തിൽ പോലും മാധ്യമങ്ങൾ അതിൽ തിരുത്തൽ വരുത്തുവാൻ തുനിഞ്ഞില്ല എന്നതും വസ്തുതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ലെന്നോ അയാളെ ന്യായീകരിക്കുവാൻ വേണ്ടിയോ അല്ല ഇതൊക്കെ പറയുന്നത്. ഇത്തരം ഒരു പ്രവണത കേരളത്തിൽ തുടരുകയാണെങ്കിൽ നിരപരാധികളായ ഒരുപാട് ആളുകൾ ക്രൂശിക്കപ്പെടുവാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ്. ആ സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട്.
ഈ ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.